ക്ഷേമ പെൻഷനിൽ കെ.സി. വേണുഗോപാലിന്റെ പ്രസ്താവനയ്ക്കെതിരെ സിപിഐഎം. കെ.സി. വേണുഗോപാൽ മാപ്പ് പറയണമെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു. തന്റെ പ്രസംഗം LDF വളച്ചൊടിച്ചെന്നും മാപ്പ് പറയില്ലെന്നും കെ.സി. വേണുഗോപാൽ വ്യക്തമാക്കി. സാമൂഹ്യക്ഷേമ പെൻഷൻ കുടിശ്ശിക UDF മുഖ്യ വിഷയമാക്കി മാറ്റിയതോടെ തിരിച്ചടിക്കാനാണ് LDF നീക്കം. പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്യുന്നത് കൈക്കൂലി പോലെയാണെന്ന കോൺഗ്രസ് നേതാവ് കെ.സി. വേണുഗോപാലിന്റെ പ്രസംഗമാണ് LDF ആയുധമാക്കുന്നത്. ക്ഷേമ പെൻഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് കൈക്കൂലി കൊടുക്കുന്ന പോലെയാണ് വോട്ടർമാർക്ക്. ഇവരെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അദ്ദേഹം പറഞ്ഞത് ഒരു ശരിയായ സ്റ്റേറ്റ്മെന്റ് അല്ല. അവരോ പെൻഷൻ കൊടുക്കുന്നില്ല, ഇനി പെൻഷൻ കൊടുക്കുന്നവരെ കുറ്റം പറയുകയാണ്. അത് കൈക്കൂലിയാണെന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ ബാധിക്കില്ലേ? കെ.സി. വേണുഗോപാൽ മാപ്പ് പറയണമെന്ന CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ ആവശ്യം. പെൻഷൻ ഔദാര്യമല്ലെന്നും ജനങ്ങളുടെ അവകാശമാണെന്നും CPIM നിലപാട്. അപ്പൊ കൈക്കൂലിയല്ല, ഔദാര്യമല്ല, അവകാശമാണ്. ഇതാണ് ഇടതുപക്ഷത്തിന്റെ നയം. അതുകൊണ്ടാണ് ഇടതുപക്ഷം ഇപ്പം മാസം തോറും കൊടുക്കുന്നത്. ഇത് കൈക്കൂലിയാണെന്ന് അവർക്ക് തോന്നിയത് കൊണ്ടാണ് അവരെ കാലത്ത് കൊടുക്കാതിരുന്നത്. തന്റെ പ്രസംഗം LDF വളച്ചൊടിച്ചതാണ് കെ.സി. വേണുഗോപാലിന്റെ വിശദീകരണം. താൻ ഉയർത്തിയത് പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങളാണെന്നും കെ.സി. വ്യക്തമാക്കി. പെൻഷൻ സാധാരണഗതിയിൽ കൊടുക്കുന്നുണ്ട്, പക്ഷെ കുടിശ്ശിക ഇപ്പോഴും ബാക്കിയാണ്. ആ കുടിശ്ശിക കൊടുക്കാനുള്ള അവസരമായിട്ട് ഇവർ കാണുന്നത് തെരഞ്ഞെടുപ്പ് കാലമാണ്. ആ തെരഞ്ഞെടുപ്പ് കാലത്ത് കൊടുക്കുന്ന കുടിശ്ശികയെ കുറിച്ചാണ് നിങ്ങൾ ഇങ്ങനെയാണോ കാണുന്നത് എന്ന് ഞാൻ ചോദിച്ചത്. അതിനെ വളച്ചൊടിച്ച് ആ ഒരു ഭാഗം മാത്രം വളച്ചൊടിച്ച് ഞാൻ ജനങ്ങളോട് കൈക്കൂലി വാങ്ങുന്നു എന്ന് പറഞ്ഞാൽ ഇത് ആർക്ക് വിശ്വസിക്കാൻ പറ്റുന്നു? പരാമർശം പിൻവലിക്കില്ലെന്ന് വ്യക്തമാക്കിയ കെ.സി. പിന്തുണച്ച പ്രതിപക്ഷ നേതാവ് VD സതീശനും രംഗത്തെത്തി. തെരഞ്ഞെടുപ്പ് കാലത്ത് മുതലെടുപ്പിനാണ് പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്യുന്നതെന്നും VD സതീശൻ പറഞ്ഞു. വരും ദിവസങ്ങളിലും സാമൂഹ്യക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട ഭരണ പ്രതിപക്ഷ നേതാക്കൾ വാക്പോര് തുടരുമെന്നുറപ്പാണ്. ടീം റിപ്പോർട്ടർ, നിലമ്പൂർ.